അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് വെള്ളത്തിനെ റീസ്ട്രക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ റീസ്ട്രക്ചർ ചെയ്യുമ്പം ഇതിനകത്ത് റിച്ച് മിനറൽസുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണല്ലോ നമ്മുടെ മെഷീൻ നടക്കുന്നത്. എന്നുവെച്ചാൽ ഇലക്ട്രോളിക്സ് പ്രോസസ്സിൽ ഈ കാഥോഡ് എന്ന് പറയുന്ന പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ട് വെള്ളത്തിനെ വിഘടിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക് വെള്ളത്തിലുള്ള എത്ര പോസിറ്റീവ് മിനറൽസ് ഉണ്ടോ, ഈ സോഡിയം, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, കാൽസ്യം, ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കാഥോഡിലോട്ട് വരികയും ഈ ക്ലോറിൻ, സൾഫേറ്റ്, കാർബണേറ്റ്, അതുപോലെ നൈട്രേറ്റ്, അമോണിയ പോലുള്ള നെഗറ്റീവ് മിനറൽസ് ആനോഡിലോട്ട് പോകുകയാണല്ലോ നമ്മുടെ ഈ മെഷീൻ പ്രോസസ്സ് നടക്കുന്നത്. അതാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് പ്രോസസ്സിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ. അപ്പം അങ്ങനെ വരുന്ന സിസ്റ്റം വരുമ്പോഴത്തേക്ക് വെള്ളത്തിലെ മിനറൽസുകളെ ഇത് വിഘടിപ്പിക്കും. അപ്പോൾ സാധാരണ വരുന്ന വെള്ളത്തിൽ എത്ര TDS എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് എന്ന് വെച്ചാൽ വെള്ളത്തിലാണെങ്കിൽ മിനറൽസുകൾ ഇപ്പം നമ്മുടെ ഇതിനകത്ത് വരുന്ന ബൾക്ക് വാട്ടറാണ്. അപ്പോൾ അതിനകത്ത് ഈ പോസിറ്റീവ് മിനറൽസുകളും നെഗറ്റീവ് മിനറൽസുകളും കൂടിക്കിടക്കുമ്പം അതിൻ്റെ അളവ് എത്ര ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീറ്ററാണ് TDS മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസുകളുടെ കൗണ്ട് 1 ml എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഏകദേശം 99 വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമാണ് നമ്മുടെ മെഷീനും കൂടെ കയറി ഇറങ്ങാൻ പോകുന്നത്. കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞു ഈ പോസിറ്റീവ് മിനറൽസും നെഗറ്റീവ് മിനറൽസും ഒരുമിച്ച് കിടക്കുന്ന ഇത് ബൾക്ക് വാട്ടറാണ്. അത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി കൂടെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല. അപ്പം അത് ചെന്ന് കഴിഞ്ഞാലും ചിലപ്പം അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അത് അരിച്ചിറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ കിഡ്നിയിൽ നിന്ന്. അത് കാരണം നമ്മൾ 3 ലിറ്റർ വെള്ളം കുടിച്ചാൽ ഏകദേശം 1 ലിറ്ററാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. പക്ഷേ ഇത് ആ ഒരു മിനറൽസുകളെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് മൈക്രോ മോളിക്യൂൾ ആകുകയാണ്. അപ്പം ഇത് ഞാൻ മുകളിൽ കൂടെ വരുന്ന വെള്ളത്തിൻ്റെ 1 ml അടങ്ങിയിരിക്കുന്ന മിനറൽസുകൾ എത്രയാണെന്ന് കാണിച്ചു തരാം. ഏകദേശം 203 എന്ന് വെച്ചാൽ ഇത് പ്യൂരിഫിക്കേഷൻ പോലെ ഒരിക്കലും ഇത് അരിച്ച് കളഞ്ഞിട്ടില്ല. സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഏകദേശം നമ്മുടെ ഈ വെള്ളത്തിൽ 203 മിനറൽസുകൾ നമ്മുടെ ശരീരത്തിന് പാകപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ഇത് അൾക്കലൈൻ മിനറൽസുകളാണ്. അപ്പം ഇതിൻ്റെ താഴെ കൂടെ പോകുന്ന മിനറൽസ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ താഴെ കൂടെ എന്ന് പറയുന്ന മിനറൽസ് എന്ന് പറയുന്നത്. ഇതാണ് വേസ്റ്റ് എന്ന് വിചാരിക്കുന്ന സാധനമാണ്. ഇതിനകത്താണ് നെഗറ്റീവ് മിനറൽസ് ഉള്ളത്. ഇതിൻ്റെ കൗണ്ട് നോക്കാം, 415 ഉണ്ട്. അപ്പോൾ 99 എന്ന് പറയുന്ന മിനറൽസ് എന്ന് വെച്ചാൽ ആ ഒരു ഗോളത്തെ ഇത് വിഘടിപ്പിച്ചിട്ട് ഏകദേശം 600 പീസിൽ കൂടുതലാക്കിയിട്ടാണ്. അതിനകത്ത് 200 പീസ് നമ്മുടെ എന്ന് വെച്ചാൽ റിച്ച് മിനറൽസ് എന്ന് വെച്ചാൽ അൾക്കലൈൻ മിനറൽസ് മുകളിൽ കൂടെയും ബാക്കിയുള്ളത് താഴെ കൂടെയും വന്നത്. അപ്പോൾ ഇതിനെ സിമ്പിളായിട്ട് അൾക്കലൈൻ മിനറൽസ് എന്തുകൊണ്ട് പറയുന്നത് കാണിക്കാനായിട്ട് വേറൊരു ടെസ്റ്റ് കാണിക്കാം. അത് നമുക്ക് അൾക്കലൈനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് സാധാരണ വരുന്ന വെള്ളത്തിൻ്റെ pH ഏകദേശം 7 above ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ pH എന്ന് പറഞ്ഞാൽ 7.365 ആണ്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം ഏകദേശം 7ന്റെ മുകളിൽ ആയിക്കഴിഞ്ഞാലേ നമ്മുടെ ബ്ലഡിനോട് അത് കറക്റ്റായിട്ട് ചേരാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ചേരുന്ന ഉടനെ ശരീരത്തിൽ ഒത്തിരി പ്രോബ്ലം ഉണ്ടാക്കും. കാരണം എന്ന് വെച്ചാൽ pH ലെവൽ ഒത്തിരി കുറഞ്ഞതാണ്. അതിന് ഞാൻ ഒരു ടെസ്റ്റ് കാണിച്ചത് ഇവിടെ വരുന്ന വെള്ളത്തിൻ്റെ pH ലെവൽ എത്രയാണ്. ഇത് നമ്മുടെ WHO pH ചാർട്ടാണ്. ഇത് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ ഏകദേശം പച്ചയിൽ മുകളിൽ കിട്ടണം. അതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട വെള്ളം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വരുന്ന സാധാരണ ടാപ്പ് വെള്ളത്തിൻ്റെ pH ലെവൽ എത്രയെന്ന് ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ വരുന്ന ടാപ്പിലെ വെള്ളമാണ് കേട്ടത്. ഏകദേശം നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്ര pH ഉള്ള വെള്ളമാണ് നമ്മളിവിടെ കുടിക്കുന്നത്. 4 pHനടുത്താണ് ഈ വെള്ളം ഉള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മുടെ മെഷീനിൽ കയറി കഴിഞ്ഞാൽ രണ്ടായിട്ട് വേർതിരിയാണ്. ഒന്ന് ഇത് അൾക്കലൈൻ എന്ന് വെച്ചാൽ വെള്ളത്തിലെ നമ്മുടെ ശരീരത്തിന് അൾക്കലൈൻ ഇത് മാറ്റിത്തരും. ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഗുണം ചെയ്യുന്നത്. ഇതിനകത്ത് ഡ്രോപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ബ്ലൂ കിട്ടും. ഇത് 9.5 ആണ് നമ്മുടെ ഓർഡർ ചെയ്തിരിക്കുന്ന മെഷീനകത്ത്. അപ്പോൾ 9.5 എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലൂ കളർ കിട്ടിയ വെള്ളം എന്ന് വെച്ചാൽ 9.5 കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആസിഡിക് കണ്ടൻറ്റുകളെയും ഇത് നശിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ പോകുന്ന സാധനം എന്തെന്ന് നോക്കാം. ഞാൻ പറഞ്ഞാൽ ഇത് ആൽക്കലൈനെയും ആസിഡിക്കിനെയും വേർതിരിക്കുന്ന. അപ്പം ആസിഡിനെ മാറ്റുന്നുണ്ടോ എന്ന് കൂടെ നോക്കാം. ഇതാണ് ഇതിൻ്റെ താഴെ കൂടെ വന്ന വെള്ളം. ഇതാണ് കണ്ടാൽ സാധാരണ വെള്ളമാണ്. പക്ഷേ ഇതിൻ്റെ തനി രൂപം നമ്മൾ ഈ ഡ്രോപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും ആസിഡാണ് നമ്മൾ സാധാരണ വെള്ളത്തിലൂടെ ചേർന്ന് കുടിക്കുന്നത്. ഇതാണ് നമ്മുടെ ശരീരത്തിൽ രോഗം അല്ലെങ്കിൽ അസിഡിക് ആകുന്നത്, നമ്മുടെ ബ്ലഡിൻ്റെ pH ലെവലിനെ കുറയ്ക്കുന്നത്. നമ്മുടെ മെഷീൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇത്രയേ ഉള്ളൂ. ഈ സാധാരണ വെള്ളത്തിൽ നിന്ന് ഈ ഒരു അസിഡിക് കണ്ടൻറ്റിനെ മാറ്റി. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം രോഗം അല്ലെങ്കിൽ അസിഡിക് കണ്ടൻറ്റ് അല്ലെങ്കിൽ കെമിക്കൽസ് ഈ വെള്ളത്തിൽ മാറ്റുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആൽക്കലൈൻ സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഈ കങ്കൻ വാട്ടർ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ഈ വെള്ളത്തിനുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി. ആൻറ്റി ഓക്സിഡൻറ്റ് നമുക്കറിയാമല്ലോ, ഈ ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിലും ഏത് രോഗിക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം. ഇപ്പോൾ ഇലക്ട്രോൺ ചാർജ് ഉള്ള വെള്ളത്തിനാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതേ ഇലക്ട്രോൺ ചാർജ് വെള്ളം മെഷീനിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് സാധാരണ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ടാപ്പ് വാട്ടർ ആണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക് എല്ലാം
+400, 500, 600 ആണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ മെഷീനിൽ കൂടി കിട്ടുന്ന വെള്ളമാണ് നമുക്ക് എപ്പോഴും ആൻറ്റി ഓക്സിഡൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്, ഇനി ORP എന്ന് പറയുന്നത്. എപ്പോഴും ശരീരത്തിന് ഓക്സിഡേഷനെ തടയാനായിട്ട് ഈ ORP മൈനസ് ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഏകദേശം അതിന് ORP കുറഞ്ഞ കുറച്ച് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വിറ്റമിൻ സിയുടെ ജ്യൂസുകളുണ്ട്, അതുപോലെ ഗ്രീൻ ടീ ഉണ്ട്, പിന്നെ മീനെണ്ണയുണ്ട്. ഇതൊക്കെ ലിക്വിഡ് ആൻറ്റി ഓക്സിഡൻറ്റ് കിട്ടുന്ന സാധനങ്ങളാണ്. ഇതിന് ഏകദേശം ഒരു -30, അല്ലെങ്കിൽ ഗ്രീൻ ടീക്ക് -80, അല്ലെങ്കിൽ മീനെണ്ണയ്ക്ക് മാക്സിമം -180 വരെയാണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ മെഷീനിൽ കൂടി വെള്ളത്തിൻ്റെ ഇലക്ട്രോൺ ചാർജ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് അമേരിക്കക്കാർ കണ്ടുപിടിച്ചൊരു മീറ്ററാണ് ORP മീറ്റർ എന്ന് പറയും, ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മീറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നെഗറ്റീവ് ചാർജിനാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം. ബാക്കി പ്ലസ്സിൽ പോയി കഴിഞ്ഞാൽ അത് അസിഡിക് മിനറൽസ് ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ടാപ്പ് വാട്ടറിൻ്റെയും അതുപോലെ തന്നെ മറ്റു വെള്ളത്തിൻ്റെയും നിങ്ങളെ ഒരു ടെസ്റ്റ് പ്രൂഫ് കാണിച്ചു തരാം. ഇതാണ് ഇവിടുന്ന് ടാപ്പിലെ വെള്ളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് താഴെ കൂടെ പോകുന്ന അസിഡിക് വാട്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ മുകളിൽ കൂടെ പോകുന്ന വെള്ളം. ഈ 3 ടൈപ്പിലെ വെള്ളമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് ചാർജ് ഏതിലാണ് വരുന്നതെന്ന് മാത്രം നമുക്ക് നോക്കാം. ഈ താഴെ കൂടെ പോയ വെള്ളമാണിത്. നമുക്കറിയാമല്ലോ ഇത് പ്ലസ്സിലാണ് വന്നിരിക്കുന്നത്. ഇതേ സാധനം നമ്മുടെ ഈ ടാപ്പ് വാട്ടർ നോക്കിക്കഴിഞ്ഞാലും ഇതും എല്ലാം പ്ലസ്സിൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇതേ സാധനം നമ്മുടെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ -700, ഏകദേശം ഒരു 16 ഗ്രീൻ ടീ കുടിക്കണം ഏകദേശം ഇത്രയും ആൻറ്റി ഓക്സിഡൻറ്റ് നമുക്ക് ശരീരത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇത് നമുക്ക് ടെസ്റ്റ് പ്രൂവ് ചെയ്തു നമ്മുടെ ഈ മെഷീനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇതൊരു